തെക്കൻ കേരളത്തിൽ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്ന LDF സ്ഥാനാർത്ഥികൾ കവലകൾ തോറും സന്ദർശിച്ചും റോഡ് ഷോയായും സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്കെത്തി. തെരഞ്ഞെടുപ്പ് കളം പിടിക്കാനുള്ള ശ്രമം NDA ക്യാമ്പും ആരംഭിച്ചു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് UDFനെ പ്രചരണ രംഗത്ത് പിന്നിലാക്കുകയാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ പ്രചരണം. പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടുള്ള ആദ്യഘട്ടം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് ജോയ് കടന്നു. വാമനപുരം നിയമസഭാ മണ്ഡലത്തിലെ കവലകൾ തോറും എത്തി അദ്ദേഹം ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായെങ്കിലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് മണ്ഡലത്തിൽ UDF പ്രചരണത്തിന് തിരിച്ചടിയായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് റോഡ് ഷോയിലൂടെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. ആവേശകരമായ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും മണ്ഡലത്തിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കൊല്ലം മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി M മുകേഷും ഒന്നാം ഘട്ടം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നു. കൂടാതെ ഇസ്രായേലിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട പാറ്റ്നിബിന്റെ വാടക വീട്ടിലെത്തി ബന്ധുക്കളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. ജനങ്ങളോട് നേരിട്ട് സംവദിച്ചും ആശയങ്ങൾ കൈമാറിയുമാണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മുഖാമുഖത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് അടൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രചരണം. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തിരുവനന്തപുരം.